അടിയന്തരാവസ്ഥ കാലഘട്ടത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കണമെന്ന RSS അഖില ഭാരതീയ പ്രചാർ പ്രമുഖ സുനിൽ അംബേദ്കർ. RSSനെതിരെ മല്ലികാർജുൻ ഖാർഗെ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ നടത്തുന്ന ആരോപണങ്ങൾ മുഖവിലേക്ക് എടുക്കുന്നില്ല. രാജ്യത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന സംഘത്തെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികൾ ഭരണഘടനാപരമായ പ്രക്രിയ മാത്രമാണെന്നും സുനിൽ അംബേദ്കർ ഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പാർലമെന്റും ജനാധിപത്യവും ഇല്ലാതിരുന്ന അടിയന്തരാവസ്ഥ കാലത്ത് സോഷ്യലിസ്റ്റ്, മതേതര എന്നീ വാക്കുകൾ ഭരണഘടനയുടെ ആമുഖത്തിൽ ചേർത്തുവെന്ന ദത്താത്രേയ ഹൊസബലയുടെ വാക്കുകൾ വ്യക്തമാണെന്ന് RSS അഖില ഭാരതീയ പ്രചാർ പ്രമുഖ് സുനിൽ അംബേദ്കർ പറഞ്ഞു. 50 വർഷം മുമ്പുള്ള അടിയന്തരാവസ്ഥയിൽ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത അതിക്രമങ്ങൾ നടന്നു. ഇത് സംബന്ധിച്ച ചർച്ചകൾ നടക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. RSSനെതിരെ മല്ലികാർജുന ഖാർഗെ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ നടത്തുന്ന ആരോപണങ്ങൾ മുഖവിലേക്കെടുക്കുന്നില്ലെന്ന് പറഞ്ഞ സുനിൽ അംബേദ്കർ RSS ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ലെന്നും സാമൂഹ്യ സംഘടനയായ സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ രാഷ്ട്രഹിതത്തിനാണെന്നും ജനങ്ങളത് തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും വ്യക്തമാക്കി. 2025 മുതൽ ഏകദേശം 28,571 വ്യക്തികൾ പുതുതായി രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ഭാഗമായെന്ന് സുനിൽ അംബേദ്കർ വിശദീകരിച്ചു. देखिए, संघ एक सामाजिक संगठन है और हम सब टीका टिप्पणी के साथ ही समाज से बहुत बड़ा वर्ग है जिसको ये विषय संघ के साथ वो जुड़ रहे हैं, संघ का समर्थन कर रहे हैं और संघ ने जो सकारात्मक विषय उठाए हैं, एक समाज परिवर्तन के, देश को, राष्ट्र को आगे बढ़ाने के, देश के स्वाभिमान के, इन विषयों के साथ बहुतायत लोग इससे जुड़ रहे हैं, इसका समर्थन भी कर रहे हैं और मुझे लगता है कि हम अपने काम को निश्चित रूप से जो लोगों का समर्थन मिल रहा है उससे लोग इस बात को कैसे देखते हैं या संघ को कैसे देखते हैं, इसके बारे में मुझे लगता है बहुत सारी बातें स्पष्ट हैं और समय समय पर इन बातों पर हम जब आवश्यक होता है तो विचार करते रहते हैं. ബീഹാറിലെ വോട്ടർ പട്ടികയിൽ നിന്നും അനധികൃത കുടിയേറ്റക്കാരെ ഒഴിവാക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി ഭരണഘടനാപരമായ പ്രക്രിയ മാത്രമാണെന്നും സുനിൽ അംബേദ്കർ കൂട്ടിച്ചേർത്തു. ജനം, ഡൽഹി.